1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കുഞ്ഞാലിക്ക് ശേഷം അമ്പുക്ക. നിലമ്പൂരിലെ CPM പ്രവർത്തകർ 8 വർഷമായി ഉയർത്തിയ മുദ്രാവാക്യത്തിന് വിട. ഇനി PV അൻവർ എംബോക്കി. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA പുറത്തുപോയതോടെ നിലമ്പൂരിൽ CPM-ഉം അൻവറും ഇനി നേർക്കുനേർ പോരാടും. സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും സഖാവ് കുഞ്ഞാലിയായിരുന്നു നിലമ്പൂരിന്റെ MLA. പിന്നീട് 1982-ൽ കോൺഗ്രസ് വിട്ടെത്തിയ TK ഹംസയും 2016-ലും 2021-ലും മുൻ കോൺഗ്രസുകാരനായ PV അൻവറുമാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിലമ്പൂരിൽ ചെങ്കൊടി പാറിച്ചത്. ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ വർഗശത്രുവായ ആര്യാടന് വോട്ട് പിടിക്കാനും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന് വിധിയുണ്ടായി. ദേവദാസ് പൊറ്റക്കാട, കെ സൈതാലിക്കുട്ടി, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെല്ലാം കളത്തിലിറങ്ങിയിട്ടും തൊഴിലാളി വർഗത്തിന് വ്യക്തമായ വേരോട്ടമുള്ള മലയോരത്ത് ചെങ്കൊടി ഉയർന്നില്ല. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സ്വതന്ത്ര പരിവേഷത്തിലെത്തിയവർ തന്നെയായിരുന്നു ചെങ്കൊടിയേന്തി നിവർന്നു നിന്നത്. TK ഹംസയെ പാർട്ടിക്കാരനാക്കി മാറ്റിയെങ്കിലും PV അൻവർ വർഗശത്രുവായി മാറിയതോടെ നിലമ്പൂരിലെ CPM-ന് ഇനി ആര് തണലേകുമെന്ന ചോദ്യമുയരുകയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ 3 പതിറ്റാണ്ടിന്റെ തേരോട്ടത്തിന് ശേഷം 2016-ൽ മകൻ ഷൌക്കത്ത് കളത്തിലിറങ്ങിയപ്പോൾ അൻവറും CPM-ഉം ആഞ്ഞുപിടിച്ചാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചുപിടിച്ചത്. കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവറിനെ കൊള്ളാൻ കഴിയാതിരുന്ന CPI-യും ചില CPM നേതാക്കളും പിന്നീട് പത്തി മടക്കി. പേയ്മെന്റ് സീറ്റെന്ന് ആരോപിച്ചവർക്ക് എവിടെയും സീറ്റില്ലാതെയായി. ചിലർ പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടു. പലർക്കും സീറ്റുകൾ നഷ്ടപ്പെട്ടു. ചിലർക്ക് ഓശാരമായി ലഭിച്ചു. അൻവറിന്റെ ഒളിശത്രു പാർട്ടിയുടെ പുറം ശത്രുവെന്ന നിലയിൽ പ്രചരിക്കപ്പെട്ടു. ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ MLA പക്ഷവും എതിർപക്ഷവും പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. അൻവർ പുറത്തുപോയതോടെ പഴയ ഒളിശത്രുക്കൾ വർദ്ധിത വീര്യത്തോടെ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടും. നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെട്ട നിലമ്പൂർ മണ്ഡലത്തിലെ CPM അംഗത്വമുള്ള പ്രവർത്തകർ ഭൂരിപക്ഷവും നേതൃത്വത്തിന് അനുകൂലമാകുമെന്നതിൽ സംശയമില്ല. പക്ഷേ വോട്ട് നൽകുന്ന അനുഭാവികളെ കൂടെ നിർത്താൻ സാധിക്കുന്നത് അൻവറിനോ പാർട്ടിക്കോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഇന്നലെ നിലമ്പൂർ എടക്കര പൂക്കോട്ടുംപാടം എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ പ്രവർത്തകരെ അണിനിരത്താൻ CPM-ന് സാധിച്ചു. ശക്തി തെളിയിക്കാൻ അൻവറും പുറത്തിറങ്ങുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയ്ക്ക് കൂറ്റൻ റോഡ് ഷോ നടത്തിയാണ് അൻവർ മറുപടി നൽകിയത്. പലപ്പോഴും വിഭാഗീയത തലപൊക്കിയ നിലമ്പൂരിലെ CPM-ൽ ഇനി വിഭാഗീയത സൃഷ്ടിക്കാൻ അൻവറിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാളവണ്ടി ലേബലിൽ ഉയർന്ന നിലമ്പൂരിലെ CPM-ലെ വിഭാഗീയത വർഷങ്ങൾക്ക് ശേഷമാണ് കെട്ടടങ്ങിയത്. അന്ന് ഗുണം ചെയ്തത് CPI-ക്കാണ്. അൻവറിനെ തള്ളുമ്പോഴും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മൂർച്ചകൂട്ടിയ CPI ഇവിടെ എവിടെ നിൽക്കുമെന്നും കണ്ടറിയണം. UDF അൻവറിന് സുരക്ഷാ കവചമൊരുക്കുന്നതും വിചിത്രമായി മാറുകയാണ്. ഇന്നലെ നിലമ്പൂരിൽ അൻവർ അനുകൂല ഫ്ലെക്സ് സ്ഥാപിച്ചത് INTUC മണ്ഡലം കമ്മിറ്റിയാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് മുതൽ അൻവറും UDF-നോടുള്ള പഴയ ശത്രുത കുറച്ചിരുന്നു. മന്ത്രി AK ശശീന്ദ്രനെതിരെ പൊതുവേദിയിൽ പരിഹാസം ചൊരിഞ്ഞ അൻവർ അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവിനെ പ്രശംസിച്ചതും യാദൃശ്ചികമല്ലെന്ന് വ്യക്തമാവുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.